ഒരു കാര്യം ഉറപ്പാണ്, UDF അല്ല ഇത് ഭരിക്കുന്ന, കേരള LDF ഭരിക്കുന്നത്. ശ്രീ റെജി ലൂക്കോസ്, ആരോപണം പുറത്തു വന്നത് മിനിങ്ങാന്നാണ്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണം തേടുമ്പോഴാണ് അദ്ദേഹം വളരെ കൂളായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹം പറയുന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഇത് എന്താണ് സംഭവിച്ചതെന്നൊക്കെ. അപ്പോൾ ഇതിലൊരു രാജിയുടെ കാര്യമേയില്ല. ഇവർ പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്ന തരത്തിലേക്ക് നിലപാടെടുത്തയാളാണ് ഇന്നിപ്പോൾ രാജിവെച്ചൊഴിയേണ്ടി വന്നത് എന്നുള്ളിടത്താണ് ഞാൻ ചോദിക്കുന്നത്. എന്തിനാണ് അദ്ദേഹം സ്വമേധയാ രാജിവെച്ചതാണ് എന്നൊക്കെയുള്ള തരത്തിലേക്ക് അദ്ദേഹത്തെ വീണ്ടും ന്യായീകരിക്കാൻ, ഒരു വരി കൊണ്ടാണെങ്കിൽ പോലും അദ്ദേഹത്തെ എന്തിനു വേണ്ടി ന്യായീകരിക്കുന്നു എന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ശ്രീ റെജി ലൂക്കോസ്. അനുജയുടെ ചോദ്യം വളരെ വാലിഡിറ്റിയുള്ള ചോദ്യമാണ്. ഞാൻ അതിന് മറുപടി പറയാം. ഇന്നലെ രാവിലെ തന്നെ ഏതാണ്ട് ഒരു 8 മണിക്ക് ശേഷം ഞാൻ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇദ്ദേഹം രാജിവെച്ചില്ലെങ്കിൽ ഇദ്ദേഹത്തിനെ പുറത്താക്കണമെന്നതിന്റെ ശക്തമായ ഭാഷ ഞാൻ പ്രതികരിച്ചതാണ്. കാരണം ഒരു നടി, അതും കൽക്കട്ടയിലുള്ള ഒരു നടി, ആ സാഹചര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങളെ വിവരിച്ചുകൊണ്ട് ഞാൻ പിന്നെ അതിലേക്ക് പോകുന്നില്ല. അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയപ്പോൾ, അവര് പേര് വരെ ഉന്നയിച്ച് പ്രഖ്യാപനം നടത്തിയപ്പോൾ അവർ ആ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ അവരിപ്പോഴും അത് ഉറച്ചു നിൽക്കുകയാണെന്ന് അറിയിക്കണം. സ്വാഭാവികമായിട്ട് അദ്ദേഹം ധാർമ്മികമായിട്ട് രാജിവെക്കണം എന്നുള്ളവരും നമ്മളെല്ലാവരും ആവശ്യപ്പെട്ടു. ഞാൻ മാത്രമല്ല, പല ഇടതുപക്ഷത്തു നിന്നുള്ളവരും ആവശ്യപ്പെട്ടു. അത് കറക്റ്റ് ആയിരുന്നു. അല്പം വൈകി എന്നുള്ള ചിന്ത എനിക്കുണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ പറഞ്ഞത് ഇപ്പോഴും ആവർത്തിക്കുന്നു, ഇന്നലെ അദ്ദേഹം അത് തയ്യാറായി. ഇന്നാണ് അദ്ദേഹം രാജിവെച്ചെന്ന് മാത്രമേ സാങ്കേതികമായിട്ട്. അതുകൊണ്ട് സജി ചെറിയാനെ എന്തിനാണ് ഇതിനകത്ത് കുറ്റപ്പെടുന്നത്? സത്യം പറയുകയാണ്, ഈ സജി ചെറിയാൻ എന്ന് പറഞ്ഞ മന്ത്രിയെ അകാരണമായിട്ട് പലരും കുറ്റപ്പെടുത്തുന്നത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം തുറന്ന് സംസാരിക്കും. അദ്ദേഹം ഇന്നലെ എന്താ പറഞ്ഞത്? ഇപ്പൊ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തിന് ഡാമേജ് ഉണ്ടായിട്ടുണ്ട് ജനങ്ങളുടെ മുമ്പിൽ. പക്ഷെ ആ സത്യാവസ്ഥ എന്താണ് ആ മന്ത്രി പറഞ്ഞതിനകത്ത്? ഞാൻ ഇന്നലെ ചർച്ചകളിൽ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ മന്ത്രിയുടെ ആക്രമിക്കുന്നത്? അദ്ദേഹം ഇന്നലെ എന്താ പറയുക? അദ്ദേഹം ഒരു നല്ല കലാകാരനാണ്, അത് ശരിയല്ലേ? ആ കലാകാരനോട് വാക്ക് ഉപയോഗിച്ചതിന്റെ പേര് അദ്ദേഹം പ്രഗത്ഭനായ സംവിധായകനാണോ, ഇന്ത്യ കണ്ട ഇതിഹാസ തുല്യനാണ് സംവിധായകനാണോ എന്നുള്ളതല്ലല്ലോ, അതിലുള്ള വിലയിരുത്തലാണോ ഇപ്പോൾ നടക്കുന്നത്? അത് പറയേണ്ടുന്ന സമയമാണോ ഇത് എന്നുള്ളതാണ്. അല്ലാതെ അദ്ദേഹം പ്രഗത്ഭനായ കലാകാരനാണോ സംവിധായകനാണോ എന്നുള്ളതിനുള്ള തർക്കവും ഡിബേറ്റും അല്ല എന്നതാണ് പറയുന്നത്. അത് ഈ സമയത്താണോ പറയേണ്ടത്? ഗുരുതരമായ ഒരു ആരോപണം വന്ന ഒരു അവസരത്തിൽ, അതും നമ്മുടെ നിയമ സംവിധാനവും ഒക്കെ ഇത്ര ശക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ അതിലേക്ക് എന്താണ് സർക്കാർ ചെയ്യാൻ പോകുന്നത് എന്ന് പറയാതെ, അതിനു പകരം അദ്ദേഹം പ്രഗത്ഭനായ ഒരു സംവിധായകനാണ്, ഇനി ആരോപണം വരട്ടെ, അപ്പോൾ നമ്മൾ കേസെടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാം, അതല്ലാതെ ഇപ്പൊ എങ്ങനെ കേസെടുക്കും എന്ന് പറയുന്നിടത്തല്ലേ വിമർശനം റെജി ലൂക്കോസ്? ശരിയാണ്. ഞാൻ വിമർശനത്തെ ഞാൻ ഉൾക്കൊള്ളുന്ന ആളാണ്. അത് ബഹുമാനപ്പെട്ട പ്രഗത്ഭനാണോ എന്നുള്ളത് പറയേണ്ടുന്ന സാഹചര്യമാണോ ഇത്? അല്ല, ഞാൻ പറഞ്ഞില്ല, ആ വിമർശനത്തിന് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നു. അത് മോസ്റ്റ് വെൽക്കം ആയിട്ട് തന്നെ ഉൾക്കൊള്ളുന്നു. അദ്ദേഹം മന്ത്രി ഇന്ന് രാവിലെ പറഞ്ഞു, എനിക്ക് ഭയമാണ് മാധ്യമങ്ങളെ കാണാൻ. കാരണം അദ്ദേഹം വളരെ ഇന്നസെന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. നല്ല മിടുക്കനായ മന്ത്രിയാണ്, മനുഷ്യത്വമുള്ള മന്ത്രിയാണ് അദ്ദേഹം. അത് ഉടനെ തിരുത്തിക്കൊണ്ട് ഫേസ്ബുക്കിൽ ഇട്ടു. ഏത് വമ്പനായാലും നടപടി സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആഗ്രഹമല്ലേ? അപ്പൊ നമ്മൾ ഒരു ചെറിയ ആരോപണം തെളിഞ്ഞാൽ നടപടി ഉണ്ടാകുമെന്നതാണ്. ഇങ്ങനെ ഒരു ആരോപണം വന്നു. ഇപ്പോ താങ്കൾ തന്നെ പറയുന്നത് പോലെ നമുക്കൊക്കെ അറിയാവുന്നതാണ് യഥാർത്ഥത്തിൽ എന്താണ് ഇടതുപക്ഷം എന്നുള്ളത്. സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവർ പണ്ട് മുതൽ എന്താണ് അവരുടെ നിലപാടെന്നത് നമുക്കറിയാം. ഇനി ഇവിടെ പോലും ഈ വനിതാ മതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാം. കൂടാതെ ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് തന്നെ ഈ സർക്കാരാണ് രാജ്യത്ത് ആദ്യമായി. അതൊക്കെ നമ്മൾ അഭിമാനത്തോടെ പറയുമ്പോഴാണ് ഇങ്ങനൊരു ആരോപണം വരുമ്പോൾ ഇനിയിപ്പോൾ അത് പരാതിയുമായിട്ട് വരട്ടെ, അതല്ലാതെ നമുക്ക് കേസെടുത്താൽ അത് സോളാർ കേസൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഉദാഹരിക്കുന്നത് റെജി ലൂക്കോസ്. അത് വളരെ ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ ഒരു ഉദാഹരണം പറയാം, അതിനൊന്ന് ശ്രദ്ധിക്കണം. BBC വേൾഡ് വൈഡ് ആയിട്ടുള്ള നമ്പർ 1 ചാനലാണ് BBC. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അവർ റിപ്പോർട്ട് ചെയ്തായിരുന്നു. അത് മുഖ്യമന്ത്രിക്ക് ഈ റിപ്പോർട്ട് ഹാൻഡ് ഓവർ ചെയ്ത ചിത്രസഹിതം അവർ കൊടുത്ത ഡിസ്ക്രിപ്ഷനെ കുറിച്ച് ഞാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ്? അത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് വനിതാ നടികളെ കുറിച്ച്, നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളെ കുറിച്ച്, അവർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ, നോട്ട് എ കമ്മീഷൻ, കമ്മിറ്റിയെ, അത് പ്രഗത്ഭരായ 3 പേര്, മോസ്റ്റ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള 3 വനിതാ രംഗങ്ങളെ നിർത്തി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയത്. ആ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ അവർ കൊടുത്തു. അപ്പൊ അതിന്റെ വാലിഡിറ്റി വേൾഡ് വൈഡ് ആണ്. അത് ഇന്ത്യയിലെ ആദ്യമായിട്ടല്ല. അങ്ങനെ ചെയ്ത ഒരു സർക്കാരിനാണ് ഈ ഗവൺമെന്റ് എന്ന് പറയുന്നത്. ഈ ഗവൺമെന്റ് ആ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയതിന്റെ പേരിലും അതിനെ നിയോഗിച്ചതിന്റെ പേരിലല്ലേ ഇന്നിപ്പോ വ്യാപകമായിട്ട് തന്നെ പെൺകുട്ടികൾ ധൈര്യത്തോടുകൂടി തന്നെ അവർ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നത്. നടികൾക്ക് ശങ്കൂറ്റം ഉണ്ടായത് അല്ലെ, അവർ ഭയന്ന് മാറി നിൽക്കുമല്ലായിരുന്നോ? എത്രയോ നമ്മൾ ഞെട്ടിക്കുന്ന കഥകൾ പുറത്തു വരുന്നു, ധൈര്യപൂർവ്വം തെളിവുണ്ടെന്ന് പറഞ്ഞു വരുന്നു. അതിനൊക്കെ കാരണമായത് ആരാണ്? ഈ LDF സർക്കാരിലെ തിലകൻ എന്ന് പറഞ്ഞ നടനുണ്ടായിരുന്നു, മഹാനടൻ. ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ നടന്മാരുടെ മുമ്പിൽ ഞാൻ താങ്കളിലേക്ക് എത്താം ശ്രീമതി ആശ. ഇപ്പോ ഈ കാര്യത്തിൽ ഒരു സെക്കൻഡേ ഉള്ളൂ. അതായത് ആ നടനെ ബഹിഷ്കരിച്ചപ്പോൾ അന്ന് ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ, UDF സർക്കാർ, അദ്ദേഹത്തിനെതിരെ, ആ ബഹിഷ്കരണത്തിനെതിരെ ആ മന്ത്രിയോ ഒരു പേരുടെ അനക്കിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കേ. കേരളത്തിന്റെ മഹാനടന്റെ അഭിനയം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിനുള്ള അവസരമല്ലേ അവർ നഷ്ടപ്പെടുത്തി കിടക്കുന്നത്? അതല്ല LDF സർക്കാർ. ഇത്രേ പറയുന്നുള്ളൂ, ബാക്കി അവരോട് ചോദിച്ചോളൂ.